സോ ഗൈസ് ഇപ്പോൾ എടുക്കുന്നത് റിയൽ അനാലിസിസിലെ മൊഡ്യൂൾ 3-ലെ 7th ചാപ്റ്ററിലുള്ള ഒരു തിയറാണ്. ഇതാണ് എൻ്റെ സെമിനാർ പോർഷൻ. അപ്പോൾ ഈ തിയറം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. സപ്പോസ് എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ഓൺ എ സെറ്റ് ഇ. എഫ് എൻ എന്നുള്ളത് എഫിലേക്ക് യൂണിഫോംലി കൺവേർജൻ്റ് ആണ് ഇ എന്ന മെട്രിക് സ്പേസിനകത്ത്. ചിലപ്പം ഈ മെട്രിക് എന്നുള്ളത് ഞാൻ മെട്രിക്സ് എന്നൊക്കെ പറയും കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തായാലും. ഓക്കെ, അപ്പോൾ ലെറ്റ് എക്സ് ബി എ ലിമിറ്റ് പോയിൻ്റ് ഓഫ് ഇ. എക്സ് എന്നത് ഇ എന്ന സെറ്റിലേക്കുള്ള ഒരു ലിമിറ്റ് പോയിൻ്റ് ആണ്. ഈ ഒരു മെട്രിക് സ്പേസ് ആണ്. ആ മെട്രിക് സ്പേസിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആണ് എക്സ്. And suppose that limit t tends to x fn of t equal to an. Limit t tends to x fn of t എന്ന് വെച്ച് കഴിഞ്ഞാൽ t converges to an ആണ് for n equal to 1 to etc. എന്ന് വെച്ചാൽ ലിമിറ്റ് എന്താ, f1 of t a1ലേക്ക് കൺവേർജ് ചെയ്യും, പിന്നെ f2 of t a2ലേക്ക് കൺവേർജ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് എ എൻ കൺവേർജ് ചെയ്യും. സീക്വൻസ് എ എൻ കൺവേർജസ് ആൻഡ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ. അതായത് എ എന്നിൻ്റെ ലിമിറ്റ് എഫ് എന്ന് തന്നിട്ടുണ്ട്, എഫിൻ്റെ ലിമിറ്റ് നമുക്ക് തന്ന എ എന്നിൻ്റെ ലിമിറ്റ് ആയിരിക്കും. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ എഫ് എന്നിലേക്ക് യൂണിഫോംലി കൺവേർജ് ചെയ്യും. എഫ് എൻ ഓഫ് ടിയുടെ ലിമിറ്റ് ആണ് എ എൻ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ടീൻ്റെ ലിമിറ്റ് എ എന്നിൻ്റെ ലിമിറ്റ് ആയിരിക്കും എന്ന് മനസ്സിലായോ? സോ ഇൻ അതർ വേർഡ്സ് കൺക്ലൂഷനാണ് എന്താ പറയുക, limit t tends to x, limit n tends to infinity, fn of t equal to limit n tends to infinity, limit t tends to x f of t. അതായത് എന്നിൻ്റെ ലിമിറ്റ് ടീൻ്റെ ലിമിറ്റും ഒക്കെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. എന്നിൻ്റെ ലിമിറ്റും ടീൻ്റെ ലിമിറ്റും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. സാധാരണ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ തന്ന എന്താ പറയുക, ഈ കണ്ടീഷൻ പ്രകാരം എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. ടീയുടെ എന്നിൻ്റെയും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. ടീൻ്റെ ലിമിറ്റും എന്നിൻ്റെ ലിമിറ്റും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. സോ നമുക്കിനി ഇതിൻ്റെ പ്രൂഫ് പാർട്ട് നോക്കാം. ഇവിടെ എന്താ, നമുക്ക് എഫ് എൻ കൺവേർജസ് ടു എഫ് എന്ന് തന്നിട്ടുണ്ട്. സോ ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൺ. എപ്സിലോൺ എന്ന് പറയുന്നൊരു പോസിറ്റീവ് ഇൻറ്റീജർ എടുക്കുകയാണ്. പോസിറ്റീവ് നമ്പർ എടുക്കുകയാണ്. സിൻസ് എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ദെൻ ദർ എക്സിസ്റ്റ് എ ക്യാപിറ്റൽ എൻ വിച്ച് ഇസ് എൻ ഇൻറ്റീജർ. ഈ ക്യാപിറ്റൽ എൻ ഒരു ഇൻറ്റീജറാണ്. സച്ച് ദാറ്റ് ഫോർ ഓൾ n, n greater than or equal to n, t belongs to E. fn of t minus fm of t less than or equal to epsilon. അത് നമ്മൾ ഇക്വേഷൻ 1 നിന്ന് ഡിനോട്ട് ചെയ്യാണ്. അതായത് എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ആണ് കോഷി ക്രൈറ്റീരിയ ഫോർ യൂണിഫോം കണ്ടിന്യൂയിറ്റി. യൂണിഫോം കൺവേർജസിൻ്റെ കോഷി ക്രൈറ്റീരിയൻ പകരം നമുക്കൊരു n കിട്ടും. ആ എന്നിനേക്കാൾ വലിയ ഏത് എമ്മും എന്നും എടുത്താലും എഫ് എൻ ഓഫ് ടി മൈനസ് എഫ് എം ഓഫ് ടി ഇസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഓക്കെ, ഇനി ഇക്വേഷൻ 1-ൽ നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ടി എന്ന വേരിയബിളിലേക്ക് കൺവേർജ് ചെയ്യണം എന്നെടുത്തു. അപ്പോൾ ലെറ്റ് ടി ടെൻസ് ടു എക്സ്. അങ്ങനെയാണെങ്കിൽ 1 ബിക്കംസ് മോഡ് എ എൻ മൈനസ് എ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഫോർ ഓൾ n, n greater than or equal to n.
എഫ് ഓഫിൻ്റെ എൻ ഓഫ് ടീൻ്റെ ലിമിറ്റാണ് എ എൻ. അപ്പോൾ അത് എഫ് എൻ ഓഫ് ടി, ഈ എഫ് എൻ ഓഫ് ടീൻ്റെ ലിമിറ്റാണ് എ എൻ. അപ്പോൾ ഈ ലിമിറ്റ് എഫ് എൻ ഓഫ് ടി മാറിയിട്ട് ഇവിടെ എ എൻ ആവും. ഇവിടെ എഫ് എം ഓഫ് ടി മാറിയിട്ട് എ എം ആവും. അപ്പോൾ എഫ് എം എ എമ്മിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ എഫ് എന്ന് എ എന്നിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പോലെ എഫ് എം എ എമ്മിലേക്ക് കൺവേർജ് ചെയ്യും. സോ മോഡ് എ എൻ മൈനസ് എ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഫോർ ഓൾ എൻ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. അപ്പോൾ ഇതെന്താ കോഷി സീക്വൻസിൻ്റെ ഡെഫിനിഷനാണ്. കോഷി ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ സീക്വൻസും കോഷി സീക്വൻസാണ്. ഓക്കെ, അപ്പോൾ സീക്വൻസ് എ എൻ എന്നത് കോഷി സീക്വൻസ് ആണ്. എല്ലാ കോഷി സീക്വൻസും കൺവേർജൻ്റ് ആണെന്ന് നമുക്കറിയാം. ദെയർഫോർ എ എൻ കൺവേർജൻസ് ടു എ, എ എൻ converges to A. Then mod f of t converges to A. Mod f of t minus A എടുത്ത് mod f of t minus A നമ്മൾ എടുത്തു. ഇതിൽ നമ്മൾ എന്താ പറയുക, രണ്ട് ടേംസ് ആഡ് ചെയ്യുകയും ചെയ്യാണ്, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാണ്. മൈനസ് എഫ് എൻ ഓഫ് ടി പ്ലസ് എഫ് എൻ ഓഫ് ടി മൈനസ് എ എൻ പ്ലസ് എ എൻ. ഇത് ട്രയാങ്കുലർ ഇൻഈക്വാലിറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് അതിനെ 3 ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അപ്പം അതെന്താവും, 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു സൈന് മാറിയിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകും. മോഡ് എഫ് ഓഫ് ടി മൈനസ് എഫ് എൻ ഓഫ് ടി പ്ലസ് മോഡ് എഫ് ഓഫ് ടി മൈനസ് എ എൻ പ്ലസ് മോഡ് എ എൻ മൈനസ് എ ആകും. അതിനെ നമ്മൾ ഇക്വേഷൻ 2 ഡിനോട്ട് ചെയ്യുക. സോ വി ചൂസ്, നമ്മൾ ഏതെങ്കിലും ഒരു എൻ ചൂസ് ചെയ്യാണ് സച്ച് ദാറ്റ് എഫ് ഓഫ് ടി മൈനസ് എഫ് എൻ ഓഫ് ടി മോഡ് എഫ് ഓഫ് ടി മൈനസ് എഫ് എൻ ഓഫ് ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 3. എഫ് എൻ കൺവേർജസ് ടു എഫ് ആയതുകൊണ്ട് ഒരു സ്റ്റേജ് എത്തുമ്പോൾ എഫ് എൻ ഓഫ് ടി മൈനസ് എഫ് ഓഫ് ടി ലെസ് ദാൻ എപ്സിലോൺ, അങ്ങനെ ഒരു സ്റ്റേജാണ് എൻ. അപ്പം എഫ് എന്നിൻ്റെ ലിമിറ്റാണ് എന്ത്, എഫ്. ഇത്ര ചെറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്സിലോൺ, എത്ര ചെറിയ എപ്സിലോൺ എടുത്താലും ഏതോ ഒരു 1/n ഉണ്ടാവും. ആ മോഡ് 1/n മൈനസ് 0 എപ്പോഴും ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. സിൻസ് എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി, then for all t belongs to E, limit t tends to x mod fn of t minus f of t less than or equal to epsilon by 3 ആയിരിക്കും. because fn converges to f ആണ്. therefore mod an minus a less than or equal to epsilon by 3. അതിനെ നമുക്ക് ഇക്വേഷൻ 4 ഡിനോട്ട് ചെയ്യാം. എഫ് എൻ ഓഫ് ടി മൈനസ് എഫ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 3. അപ്പോൾ ലിമിറ്റ് എടുത്താലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 3 ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആർ എച്ച് എസ് സൈഡിൽ ടി ഇല്ലല്ലോ, അങ്ങനെ. ഓക്കെ, ദെൻ ഫോർ ദിസ് എൻ വി ചൂസ് എ നൈബർഹുഡ് വി ഓഫ് എക്സ്. സെറ്റ് ഇയിലെ ഒരു എലമെൻ്റ് ആണ് എക്സ്. അപ്പോൾ അതിൽ ഒരു നൈബർഹുഡ് എടുത്ത് അതിൻ്റെ പേര് വി എന്നാണ്. എഫ് എൻ ഓഫ് ടി മൈനസ് എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ, അത് നമ്മൾ എന്ത് കൊടുത്തു, ഇക്വേഷൻ 5 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇക്വേഷൻ 5 എന്ന് നമ്മൾ കൊടുക്കുകയാണ്. ഏത് ടി എടുത്താലും എഫ് എൻ ഓഫ് ടി മൈനസ് എ എൻ ലെസ് ദാൻ എപ്സിലോൺ ആവണം. വേർ ടി എന്താ ബിലോങ്സ് ടു വി ഇൻ്റർസെക്ഷൻ ഇ. നൈബർഹുഡിലുള്ളതെല്ലാം എന്താ ഇയിലും ഉണ്ടായിരിക്കണം. ഓൾസോ ടി നോട്ട് ഈക്വൽ ടു എക്സ്. അപ്പോൾ എന്താവും, അപ്പോൾ നമ്മൾ ഇക്വേഷൻ 3, 4, 5 മുന്നേയുള്ള ഇക്വേഷൻ 3, 4, 5 എന്തിൽ കൊടുക്കും, 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മോഡ് എഫ് ഓഫ് ടി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 3 പ്ലസ് എപ്സിലോൺ ബൈ 3 പ്ലസ് എപ്സിലോൺ ബൈ 3 ഇഫ് ടി ബിലോങ്സ് ടു വി ഇൻ്റർസെക്ഷൻ ഇ ആൻഡ് ടി നോട്ട് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഇതെന്താവും, എപ്സിലോൺ ബൈ 3, ഇത് 3 പ്രാവശ്യം ഇങ്ങനെ പ്ലസ് ചെയ്ത് 3 എപ്സിലോൺ ബൈ 3 ആവും, എപ്സിലോൺ കിട്ടും. ദാറ്റ് ഈസ് എഫ് ഓഫ് ടി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും, എപ്സിലോൺ വരും. ഫോർ ഓൾ
t belongs to v intersection e and t not equal to x. അതായത് എഫ് ഓഫ് ടി മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ എന്താ പറയുക, ഫോർ ഓൾ എപ്സിലോൺ, എല്ലാ എപ്സിലോണിനും എന്താ എഫ് ഓഫ് ടി മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആയിരിക്കും. എഫ് ഓഫ് ടി മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ എഫ് ഓഫ് ടിയുടെ ലിമിറ്റാണ് എ. ദാറ്റ് ഈസ് that is limit t tends to x f of t equal to a equal to limit a എന്ന് പറയുന്നത് എന്താ, ലിമിറ്റ് n tends to infinity a n-ൻ്റെ ഓക്കെ, എ എന്ന് പറയുന്നത് ലിമിറ്റ് n tends to infinity a n ആണ്. സോ എക്ക് പകരം എ എൻ ആണ്, എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, എ എൻ കൊടുക്കാം. എക്ക് പകരം നമുക്ക് എ എൻ കൊടുക്കാം. ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി ഈക്വൽ ടു, ഇവിടെ ഇതല്ലേ എ അല്ലേ, എന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, എ എൻ കൊടുക്കാം. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ. ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി നമ്മൾ എന്താ, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് ടി. അതെനിക്ക് ശരിക്കും മനസ്സിലായില്ലേ. എന്നാലും നമുക്ക് എന്ത് പറയാം, ഇവിടെ എന്താ എഫ് എൻ ഓഫ് ടി എന്നുള്ളതാണ് നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നത്, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനെയല്ലേ വരിക? അപ്പോൾ അതെന്തായിരിക്കും, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് എൻ ഓഫ് ടി. എഫ് എൻ ഓഫ് ടിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും, എ എൻ കൊടുക്കും. സോ അങ്ങനെ നമുക്ക് ഇത് കിട്ടി ഗായ്സ്. ഈ ഫൈനൽ സ്റ്റെപ്പിൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്, നിങ്ങൾക്കും ഉണ്ടാവും എന്ന് എനിക്കറിയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ